പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 42ാമത്തെ ക്ലാസ് 2023 കാറ്റഗറി നമ്പർ 32 2023 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവലോകനമാണ്. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കി പോകുക. എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ, അത് റിപ്പീറ്റേഷൻ വരുന്ന സമയത്ത് അതിൽ നിന്ന് നെഗറ്റീവ് എന്ത് ചെയ്യണം, അടിക്കാൻ പാടില്ല. അതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്, നമ്മൾ ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ആ ടോപ്പിക് ഏതിൽ നിന്ന് വന്നു എന്നുള്ളത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്കുകൾക്ക് സിലബസ് ബേസ് പഠിക്കുമ്പോൾ അതിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ആ ടോപ്പിക്കിൽ നിന്ന് എത്ര ആഴത്തിലാണ് PSC ചോദിച്ചത് എന്നും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകുള്ളൂ. അല്ലാതെ അവിടെ ഇവിടെ വീഡിയോ കണ്ടിട്ടിരുന്നിട്ടൊന്നും അത് നമുക്ക് മനസ്സിലാകില്ല. നമ്മൾ തന്നെ അത് മനസ്സിലാക്കണം. അതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിന്റെ ഗുണം എന്ന് പറയുന്നത്. നെഗറ്റീവ് മാർക്ക് നന്നായി കുറയ്ക്കാനും നല്ല ഉയർന്ന സ്കോർ നേടാനും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠനത്തിൽ ഉൾപ്പെടുത്തുക. അത് അത്യാവശ്യമാണ് കേട്ടോ. സിലബസ് ബേസ് ആയിട്ട് നമുക്ക് നല്ലൊരു സിലബസ് തന്നിട്ടുണ്ട്. നല്ല വൈഡായിട്ടുള്ള സിലബസ് കിടക്കുന്നുണ്ട്. നല്ല രീതിയിൽ സിലബസുകളെ പഠിച്ച് മാറ്റി വെക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. തട്ടിക്കൂട്ടി ക്ലാസ് ഒന്നും ഇട്ടിട്ടില്ല. എല്ലാ പോയിന്റും ഒരു LDക്കാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് 100% ധാരാളമാണ്. കാരണം എക്സാം എഴുതുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഞാൻ ഇത്രയും നമ്മൾ എക്സാം എഴുതിയതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇനി എനിക്ക് അതിൽ കൂടുതൽ, കാരണം നമ്മളെക്കാൾ കൂടുതൽ എന്നെക്കാൾ നല്ല രീതിയിൽ അറിവും ഉള്ളവരാണ് എൻ്റെ മുൻവശത്ത് ഇരിക്കുന്നവർ. അത് 100% ബോധ്യമുണ്ട്. എങ്കിലും അത്രയും ഡെപ്ത് ആയിട്ടാണ് ഓരോ ക്ലാസ്സുകൾ ഇട്ടിരിക്കുന്നത്. പല സിലബസും മൊഡ്യൂളുകളും കംപ്ലീറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ ബയോളജിയാണ് നമ്മൾ പോകുന്നത്. അതുപോലെ സുപ്രധാന നിയമങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനും ഭരണ സംവിധാനം, എക്കണോമിക്സ്, ഇതൊക്കെ നമ്മളവിടെ കംപ്ലീറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ ബയോളജി ചെയ്തു പോകുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു പോകുന്നുണ്ട്, ഇംഗ്ലീഷ് വൊക്കാബുലറി ചെയ്തു തരുന്നുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തി മാർക്കാക്കി മാറ്റുക എന്നുള്ളത് എനിക്ക് തരേണ്ടത് ഞാൻ തന്നിട്ടുണ്ട്. മാർക്കാക്കി മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. തല്ലി പഠിപ്പിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ലല്ലോ. അപ്പോൾ നേരിട്ട് കാണുന്നുണ്ടെങ്കിലും 4 പ്രാവശ്യം പറയും. പിന്നാലും ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ക്ലാസ് ആണെങ്കിലും ശരി, ഞാൻ ആദ്യം നിങ്ങൾ പഠിക്കുക, റിവിഷൻ ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ ക്ലാസ്സും പോണത്. അത് കുറച്ചെങ്കിലും ഞാൻ കുറേ പറയുമ്പോൾ കുറച്ചെങ്കിലും ഒന്ന് സ്വീകരിക്കാട്ടോ. റിവിഷൻ ചെയ്യാതെ എവിടെയും എത്തില്ലാട്ടോ. റിവിഷൻ ചെയ്യാതെ എവിടെയും എത്തില്ല. ഞാൻ പറയാണ്, എൻ്റെ അനുഭവമാണ്. ഞാൻ ഇതേപോലെയായിരുന്നു. ടോപ്പിക്കുകൾ പഠിച്ച് എല്ലാ ടോപ്പിക്കും പഠിച്ചു മാറ്റും. സിലബസ് ഒക്കെ ഫുള്ള് പഠിച്ചു എല്ലാം മാറ്റും. പക്ഷെ റിവിഷൻ വരില്ല. അതിൽ നല്ല പാകപ്പിഴ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് വരരുത്. റിവിഷൻ പഠിക്കുമ്പോഴാണ് നല്ല മാർക്ക് സ്കോറിലേക്ക് എത്തിയത്. അതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് സംസാരിച്ചു, സമയം കളഞ്ഞു. നിങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് A വിഭാഗത്തിന് യോജിച്ചവ B വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തിയിട്ട് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം. ഒന്നാമത്തെ ആൻസർ ഏതാണ് വരുന്നത്? വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമത്വ സമാജം. 1, 3 വരുന്നത് നോക്കിക്കേ. A3 എന്ന് വരണം. A3 എന്ന് വരുന്നത് അപ്പൊ തന്നെ Bയും ക്യാൻസൽ ചെയ്യുക, Dയും ക്യാൻസൽ ചെയ്യുക കേട്ടോ. ഇനി ഇവിടെ Aയും Cയും മാത്രമേ ആൻസർ ഉള്ളൂ. അയ്യങ്കാളി അല്ലെ, സാധുജന പരിപാലന സംഘം ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ. B ഏത് വരണം? 4 വരണം. B നോക്കിക്കേ, 4 വരുന്നത് ഏതാണ്? അയ്യങ്കാളി ഏതാണ്? സാധുജന പരിപാലന സംഘം അല്ലെ. ഇവിടെ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. B അല്ല കേട്ടോ, Aയും Cയും ആണ് അല്ലെ. Aയും Cയും ആണ് ഇവിടെ ഫസ്റ്റത്തേത്. ഇനി B ഏതാണ്? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. അപ്പൊ B ഏത് വരണം? 4 ആൻസർ ആയിട്ട് വരണം. നോക്കിയേ, B 4 ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഇതാണ്. ഇപ്പൊ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തി. C എന്നുള്ളത് ആൻസറിലേക്ക് എത്തി. അടുത്ത ഓപ്ഷൻ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. നോക്കിയേ, വാഗ്ബടാനന്ദൻ ഏതാണ്? ആത്മവിദ്യാസംഘം. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. തേബാഗ സമരം ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? ഏതാണ്? ബംഗാള്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കൾ ആരെല്ലാം? ലക്ഷ്മിബായി, ബീഗം ഹസ്രത് മഹൽ ഉണ്ട് അല്ലെ. താന്തിയ തോപ്പി ഞാന സൊഹിബൊക്കെ കാൺപൂരിലാണ്. കൻവർ സിംഗ്, ഷാമാൽ അവരുമുണ്ട്. സിദ്ധു കാനു ഇല്ല അല്ലെ. സാന്താൾ കലാപത്തിന്റെ നേതാക്കളാണ് ആര്? സിദ്ധു കാനു. അപ്പൊ ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ.
ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അതായത് അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? ലാസ്റ്റ് ജഡ്ജ്മെന്റ് 5ാമത്തെ മൈക്കൽ ഏഞ്ചലോയുടേതാണ് അന്ത്യവിധി. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം ദ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 6ാമത്തെ ഏതാണ്? ബി ആണ്, രാമചന്ദ്ര ഗുഹ. നമ്മളെ 2ാമത്തെ ഘട്ടം ഡിഗ്രി പ്രിലിംസ് എക്സാമിന് പോയവരുണ്ടാവും അല്ലേ, അതിന് ഓർമ്മ വന്നതാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി ആരാണ്? രാമചന്ദ്ര ഗുഹ. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയെ കുറിച്ചിട്ടുള്ള പ്രസ്താവനയാണ് താഴെ തന്നിരിക്കുന്നത്. അതേതാണ്? ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദ അല്ലെ, നർമ്മദയെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്ന ചോദ്യം. 7ാമത്തെ ആൻസർ ഏതാണ്? ഛത്തീസ്ഗഡിലെ മൈക്കില നിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഛത്തീസ്ഗഡിലെ മൈക്കില നിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏതാണ്? നീലഗിരി. മുതുമലൈ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം. മഞ്ഞു തിന്നുന്നവൻ. ക്വസ്റ്റ്യൻ ഇവിടെ ഇവിടെ ആൻസർ ഇല്ല കേട്ടോ, ഇവിടെ ആൻസർ ഇല്ല. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏത് ശിലയാണ്? അവസാദ ശിലയാണ് കേട്ടോ. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തില് അവസാദ ശിലകളാണ്. ജൂമിംഗ് കൃഷി രീതി ചെയ്തു വരുന്ന മോൻപ, മിഷ്മി, നാഗ, ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയ വിഭാഗം ഏത്? അരുണാചൽ ഹിമാലയം. ഇന്ത്യയിലെ ജോഷിമഠ അടുത്ത കാലത്തെ വളരെ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഏത് സംസ്ഥാനത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ജോഷിമഠ എവിടെയാണ്? ഉത്തരാഖണ്ഡ്. താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർത്തേ. യൂണിവേഴ്സൽ ഫൈബർ ഏതാണ്? പരുത്തി അല്ലേ. 1ാമത്തെ ആൻസർ ആണ് ബി. 1B വരുന്നതിൽ നോക്കിക്കേ. 1B വരുന്നത് ഇത് വരില്ല, ആൻസർ ഇതും വരില്ല. ബിയും ഡിയും ഇപ്പൊ തന്നെ കട്ട് ചെയ്തു കേട്ടോ. ഇനി സെയ്ദ് അല്ലേ. സെയ്ദ് എന്താണ്? പഴം, പച്ചക്കറിയാണ്. 2ാമത്തെ ആൻസർ സി വരണം. ഈ ശരിയായിട്ടുള്ളതിൽ 2C വരും. 2ഉം സി തന്നെയാണ് അല്ലേ, 2ഉം സി ആണ്. അടുത്തത് റാബി ഏതാണ്? ഗോതമ്പ് അല്ലേ. 3ാമത്തെ ആൻസർ ഡി വരണം. 3ാമത്തെ ആൻസർ ഡി വരുന്നത് ഇതാണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? 13ാമത്തെ ആൻസർ എ ആണ് കേട്ടോ. 13 എ ആണ്. അപ്പൊ ഒറൈസ സറ്റൈവ നെല്ലിന്റെ ശാസ്ത്രീയ നാമമാണ്. ഒറൈസ സറ്റൈവ. 2023-24 ഇന്ത്യൻ ബജറ്റില് അമൃതകാലം എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത് ഏതാണ്? വിവരാവകാശം അല്ലേ. 14ാമത്തെ ആൻസർ ഡി ആണ്. ഹരിത വളർച്ച, യുവശക്തി, അടിസ്ഥാന വികസനവും നിക്ഷേപവും ഇതൊക്കെ ഇതിൽ വരും. ഈ അമൃതകാലം പദ്ധതിയിൽ വരും. നീതി ആയോഗിനെ സംബന്ധിച്ച താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം നിലവിൽ വന്ന ഭരണസ്ഥാപനമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ നരേന്ദ്രമോദി. ശരിയാണ്. 2015 ജനുവരി 1 നിലവിൽ വന്നു. ശരിയാണ്. നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. അപ്പൊ 1, 2, 3, 4 ശരിയാണ്. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറഞ്ഞവയിൽ ശരിയല്ലാത്തത് ഏത്? ആത്മനിർഭർ ഭാരത് അഭിയാനെ കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ്? ഡി ആണ് കേട്ടോ. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളത്. തെറ്റാണ്. 2020 ആത്മനിർഭർ ഭാരത് അഭിയാൻ 2020 മെയ് 12 പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ GDP-യുടെ 10% വരുന്ന പദ്ധതിയാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലമാണ്. 2020 എന്നൊക്കെ നോട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഒക്കെ നമുക്ക് എക്സാമിന് ഈ ഡേറ്റ് വർഷം വരികയാണെങ്കിൽ എന്തായാലും ഇങ്ങനെയുള്ളൊരു വർഷം വന്നാൽ ഞാൻ എന്തായാലും കൺഫ്യൂഷൻ ആകാറുണ്ട് കേട്ടോ. നമുക്ക് ഉള്ളത് പറയാലോ. ഈ 2019 ആണ്, 20 ആണ്, 21 ആണെന്നുള്ള എന്തായാലും കൺഫ്യൂഷൻ വരും. കോവിഡിന് മുമ്പ് വന്നതാണോ അല്ലെ അങ്ങനെയൊക്കെ ചിന്തിക്കാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓരോ പദ്ധതികളൊക്കെ വന്ന വർഷം ഉണ്ടല്ലോ. കാരണം ഇന്ന് ഈ അടുത്ത് നടന്ന PSC എക്സാമിലൊക്കെ ഈ 2022, 23, 24 ഇങ്ങനെ ഓരോ പദ്ധതികൾ വന്ന വർഷങ്ങൾ ചോദിക്കാറുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ചേരുംപടി ചേർക്കുക.
ഇതും ചേരും. ഇങ്ങനെ ചേരുമ്പോൾ ചേർക്കാൻ തന്നാൽ നല്ല സുഖമാണല്ലേ, എത്ര എളുപ്പത്തിൽ നമുക്ക് മാർക്ക്. പക്ഷേ തന്നതിൽ ശരി ഇപ്പൊ 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ പറയും ഇതിലെ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോഴാണ് അവിടെയാണ് നമ്മൾ ഒന്ന് കൺഫ്യൂഷൻ ആവും അല്ലേ. പക്ഷെ ഇങ്ങനെ ചേരുമ്പോൾ ചേർക്കാൻ വേണ്ടി തന്നാൽ നല്ല സുഖമായിരിക്കും. നമുക്ക് ഏതെങ്കിലും 1 2 അറിഞ്ഞാൽ മതി, അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ മാർക്ക് നമുക്ക് അവിടെ കിട്ടും. GST ബില്ല് നിലവിൽ വന്നു എപ്പോ? 2017 ജൂലൈ 1-ന്. ഒന്ന് ആൻസർ സി ആയിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ തന്നെ ഇത് ആൻസർ അല്ല എന്നുള്ളത് മനസ്സിലായി. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു 1950 മാർച്ച് 15-ന്. രണ്ടാമത്തെ ആൻസർ ബി വരണം. 2B ഇതെന്തായാലും ആൻസർ അല്ല എന്നുള്ളത് മനസ്സിലായി. ഇനി 2B വരുന്നത് ഏതാണെന്ന് നോക്കിക്കേ. ദാ ഇത് ബി അല്ല, അപ്പൊ ഇതും ആൻസർ അല്ല. 2B അല്ല, ഇതും ആൻസർ അല്ല. 2B ദാ ഓപ്ഷൻ എ ആണ് അല്ലേ. 17ാമത്തെ ഏതാണ്? എ ആണ് ആൻസർ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 ഓഗസ്റ്റ് 23. 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു 1951 ഏപ്രിൽ 1-ന്. താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധമില്ലാത്തത് ഏതാണ്? കാർഷിക വികസനവും ഗ്രാമീണ വികസനവും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1980 ജൂലൈ 12-ന് സ്ഥാപിതമായി. ആണോ? അല്ല അല്ലെ, 1982-ലാണ്. ആസ്ഥാനം മുംബൈ. ശരിയാണ്, ശിവരാമൻ കമ്മിറ്റിയാണ് വരാനുള്ള കാരണം. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? ഇതാണ് നിയമവാഴ്ച എന്നത്. എന്താണ് നിയമവാഴ്ച എന്നുള്ളത്? ബ്രിട്ടനിൽ നിന്നും കടമെടുത്തതാണ് അല്ലേ. ഇവിടെ പെടാത്തത് ഏതാന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ ആൻസർ ഇങ്ങനെ ചെയ്യുക ചോദിച്ചാൽ, നിയമവാഴ്ച എന്ന ആശയം നമുക്കറിയാം അത് ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നാണ്. അപ്പൊ ഇവിടെ പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 വരുന്ന ഓപ്ഷൻ ഒക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് പറഞ്ഞില്ലേ. അപ്പൊ 3 വരുന്നതൊക്കെ കട്ട് ചെയ്ത് വിട്ടു. ഇനി പാർലമെന്ററി സമ്പ്രദായവും എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ 4 വരുന്ന ഓപ്ഷൻ നോക്കിക്കേ. ഇതിൽ 4 ഇല്ല, ഇതിൽ 4 ഉണ്ടതാ. ഇതും കട്ട് ചെയ്തു. ഇവിടെ 3 ഓപ്ഷൻ കട്ട് ചെയ്തു. ആൻസർ നമ്മൾ നേരെ നമുക്ക് എവിടെ എത്താം? സിയിലേക്ക് എത്താം. 19ാമത്തെ ആൻസർ സി ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുകളുമായി, അതായത് റിട്ട് അതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ റിട്ട് പുറപ്പെടുവിക്കാൻ എല്ലാ കോടതികൾക്കും അധികാരമുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ആണോ? ഇല്ല. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ഇവിടെ ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. 1 വരുന്ന ഓപ്ഷനൊക്കെ കട്ട് ചെയ്ത് പറഞ്ഞത്. 1 വരുന്ന ഓപ്ഷനൊക്കെ 1 വരുന്ന സി കട്ട് ചെയ്തു. മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണ്? ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് 256. ആണോ? ഹൈക്കോടതിക്ക് അധികാരം 226 അല്ലെ. സുപ്രീം കോടതിക്ക് 32ആണ്. അപ്പൊ തന്നെ 3 എന്ന് വരുന്ന ഓപ്ഷൻ ഉള്ളതൊക്കെ ഒഴിവാക്കണം. ഇതാ ഈ മുതൽ 3 വന്നിട്ടുണ്ട്, ഇത് ഒഴിവാക്കി. ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന 5 തരം ആണ് അല്ലേ. 5 റിട്ടുകളാണ് അല്ലെ ആകെയുള്ളത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് ഏതാ വരിക? ബി ആണ് കേട്ടോ. 4 മാത്രം കേട്ടോ, 4 മാത്രമാണ് ഇവിടെ വരിക. മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നൊന്നുമല്ല, അത് കോവാറന്റും ആണ്, മാൻഡമസ് അല്ല. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും 20ാമത്തെ ബി ആണ്. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയം, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടാത്തത് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. പെടാത്തത് ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പെടാത്തതാണ്, പെടുന്നതല്ല. പെടാത്ത ആശയം ഏതാണ്? ചെയ്ത് നോക്കണേ. 21ാമത്തെ എ ആണ് ആൻസർ. 2 മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക. ഇതൊക്കെ ഏതിലാണ്? മൗലിക അവകാശത്തിലാണ് ഇത് വരുന്നത്. മൗലിക അവകാശം. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏത്? 22ാമത്തെ ആൻസർ ഡി ആണ് കേട്ടോ. 3 വ്യക്തികൾ നികുതി അടയ്ക്കുന്നതൊന്നും മൗലിക കടമയിൽ വരുന്നതല്ല. സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക, അത് നമ്മുടെ ഒരു മൗലിക കടമയാണ്. നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം, അത് കടമയാണ്. രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അതൊരു മൗലിക കടമയാണ്. 23 ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏതാണ്? ചെയ്തു നോക്കണേ, ഗ്യാപ്പ് തരുന്നതിനനുസരിച്ച് ചെയ്തു നോക്കണേ. എ ആണ് കേട്ടോ. 3ഉം 4ഉം വിവേചന അധികാരത്തിൽ പെടില്ല. 3ഉം 4ഉം. അപ്പൊ പെടുന്നത് ഏതൊക്കെയാണ്? ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായിട്ട്
നിയമിക്കാം. വിവേചന അധികാരത്തിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ആൻസർ വന്നത് 23ാമത്തെ ആൻസർ എ ആണ് വന്നത്. 3ഉം 4ഉം വിവേചന അധികാരത്തിൽ പെടില്ല. ഇനി മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്കായിട്ട് രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. ഇതൊക്കെ പെടുന്നതാണ്. നോക്കിക്കേ, ലോകസഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള വ്യക്തിയെ പറ്റുമോ? പറ്റില്ല. അതും രാഷ്ട്രപതിക്ക് അവിടെ ചെയ്യാൻ കഴിയില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. അടുത്തത്, ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 24ാമത്തെ ഡി ആണ് കേട്ടോ. 1, 2, 4 7ാമത്തെ പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1, 2, 4. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾക്ക് ഉദാഹരണമാണ്. ശരിയാണ്. ഈ ആശയം കടമെത്തിക്കുന്നത് കാനഡയിൽ നിന്നാണ്. ശരിയാണ്. അവശിഷ്ടാധികാരത്തിൽ നിന്ന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. ശരിയായ പ്രസ്താവനകളാണ്. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 25ാമത്തെ ഏത് വരും? സി ആണ് കേട്ടോ. 1, 2, 3, 4 ഒക്കെ വികലാംഗ ക്ഷേമ കോർപ്പറേഷനെ കുറിച്ച് പഠിച്ചു വെക്കുക. 1979 സ്ഥാപിതമായത്. കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുരയിലാണ്. ശ്രീമതി ജയഡാളി MB ചെയർപേഴ്സൺ ആണ്. ജയഡാളി MB. അത് മാറിയിട്ടുണ്ടെങ്കിൽ നോക്കണം കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. 26 തെറ്റായ ജോഡി എ ആണ്. 4 ഇവിടെ തെറ്റാണ് കേട്ടോ. ഇത് 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവന. ആശാഭവൻ മാനസികാരോഗ്യം ഭേദ്യമായവരുടെ പുനരധിവാസം ലക്ഷ്യം. മഴവില്ലെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സമഗ്ര പദ്ധതി. പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പുകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള വകുപ്പ് ചോദിക്കുന്നത്? ഏതാണ് ശരിയായിട്ടുള്ള വകുപ്പ്? 27ാമത്തെ ഏത് വരും? ബി ആണ് കേട്ടോ. 2 മാത്രം. വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരത്തെ കുറിച്ചിട്ട് പറയുന്നു. വകുപ്പ് 312 ശരിയായ വകുപ്പാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഇത് നമ്മൾ ചർച്ച ചെയ്തു. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 28ാമത്തെ ബി ആണ്. 1, 2, 3, 4. 1996 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ചു. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ്. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി സതീദേവിയാണ്. ജസ്റ്റിസ് D ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന സി ആണ് കേട്ടോ. 3 ഇവിടെ തെറ്റാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇതൊക്കെ ശരിയാണ് കേട്ടോ. 1, 2, 4. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നു. 2007 മെയ് 4 അല്ലേ? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? 30. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? സി ആണ് കേട്ടോ. 3 തെറ്റാണ്. ഇവിടെ ആങ് സാൻ സൂക്കി ഭയത്തിൽ നിന്നുള്ള മോചനം ശരിയാണ്. നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. സൽമാൻ റുഷ്ദി സാത്താന്റെ വചനങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ബി ആണ്. 3ാമത്തേന് ശരിയായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. ശരിയാണ്. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ ജീവിക്കുന്ന ജീവകം. 32ാമത്തെ ഡി ആണ്. നമ്മുടെ ജീവകം ഇപ്പൊ ക്ലാസ് എടുത്ത് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളും ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളും എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ടാണ്. ഒരു പോയിന്റ് പോലും വിട്ടിട്ടില്ല. ഫുള്ളായിട്ട് തന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. അവിടെ 1 മാർക്ക് കിട്ടും കേട്ടോ. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയ. വൻകുടല് എന്നല്ലേ നമ്മൾ പറയുന്നത്? വൻകുടല്, ചെറുകുടല് എന്നൊക്കെ കുടല് കായല് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ K എന്ന് പറയുക കേട്ടോ. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. 33ാമത്തെ ബി ആണ്. ഓസ്റ്റിയോപൈറോസിസ് ആണ്. ഓസ്റ്റിയോപൈറോസിസ്. നട്ടെല്ലിലെ അറ്റ്ലസ് ആക്സിസ് എന്ന കശേരുക്കൾക്ക് ഇടയിലായിട്ട് കാണപ്പെടുന്ന സന്ധി. ബി ആണ്. കീലസന്ധിയാണ്. കീലസന്ധി ബി ആണ്. ചിക്കുൻഗുനിയ രോഗത്തിന് കാരണമാകുന്ന വൈറസ്.
ആൽഫ വൈറസ്. വംശനാശം സംഭവിച്ച ഹോമിനിനുകളുടെയും മനുഷ്യപരിണാമത്തിന്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ബി ആണ് സോൻഡെ പാബോ. സംസ്ഥാനത്തിന് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യമായിട്ട് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പരിപാടി വിവ കേരളം. ഒരു വസ്തുവിന്റെ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി ഏതാണ്? ബി ആണ് നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പലായന പ്രവേഗം ഏതൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യം? സി ആണ് 2ഉം 4ഉം. ഭൂമിയുടെ മാസും ഭൂമിയുടെ ആരവും. 3/2 അപവർത്തനാങ്കമുള്ള ഒരു കോൺവെക്സ് ലെൻസിൽ വായുവിൽ 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരം ഉണ്ടെങ്കിൽ 4/3 അപവർത്തനാങ്കമുള്ള ജലത്തിൽ എത്ര ഫോക്കസ് ദൂരം ഉണ്ടാകും? ഡി ആണ് 80 സെന്റിമീറ്റർ. 2022 നവംബറിൽ EOS-06 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ച PSLV റോക്കറ്റ് ഏതാണ്? EOS-6 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ച PSLV റോക്കറ്റ് ഏതാണ്? PSLV 54. PSLV-C 54. താഴെ പറഞ്ഞവയിൽ ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡ് ആയിട്ട് പരിഗണിക്കുന്നത്? 42ാമത്തെ ബി ആണ് AlCl3. പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത്? പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് ബി ആണ് കഞ്ഞിവെള്ളം. നിത്യേന അസിഡിക് സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിന്റെ pH സ്ഥിരമായിട്ട് നിലനിൽക്കാൻ കാരണം രക്തം ഒരു എന്ത് ലായനിയാണ്? രക്തം ഒരു എന്ത് ലായനി ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് അസിഡിക് സ്വഭാവമുള്ളതാണെങ്കിലും ആൽക്കലിക് സ്വഭാവമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാലും നമ്മുടെ രക്തത്തിന്റെ pH എന്ന് പറയുന്നത്, രക്തത്തിന്റെ pH എത്രയാണ്? 8 അല്ലേ? സ്ഥിരമായിട്ട് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ചോദ്യം? ഡി അതൊരു ബഫർ ലായനി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിന്റെ ജ്വലനഫലമായിട്ടാണ് ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായിട്ട് കണക്കാക്കുന്നു. ഏതാണ് ഭാവിയിലേക്കുള്ള ഇന്ധനം എന്ന് പറയുന്നത്? നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലേ? അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിന്റെ ജ്വലനഫലമായിട്ട് നന്നായിട്ട് വായിച്ചവർക്കൊക്കെ നമ്മളിപ്പോ ഈ ഭാവിയിലേക്കുള്ള ഇന്ധനം പറയുമ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ. മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ? നളചരിതം ആട്ടക്കഥ. എം മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി? ഡി ആണ് കേശവന്റെ വിലാപങ്ങൾ. കേശവന്റെ വിലാപങ്ങളാണ് എം മുകുന്ദന് വയലാർ സാഹിത്യ പുരസ്കാരം നേടിക്കൊടുത്തത്. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം? 48ാമത്തെ എ 1930. 2015 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായിട്ടുള്ള ഇന്ത്യൻ നഗരം? ബി ആണ് ഭുവനേശ്വർ. കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി? ഖാദർ കമ്മിറ്റി. ഓക്കെ ആയല്ലോ? നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ താഴെ ആരും കമന്റ് ചെയ്യുന്നില്ല, വല്ലാത്ത സങ്കടം ഉണ്ട് കേട്ടോ. നിങ്ങൾ താഴെ ഒന്നും കമന്റ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടല്ലേ നമ്മൾ പഠിക്കുന്നതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്താ പറയുക, എൻ്റെയും ക്ലാസ്സിൻ്റെയും നിങ്ങളുടെയും ഒക്കെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. നന്നായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യണം കേട്ടോ. നന്നായിട്ട് റിവിഷൻ ചെയ്യണേ. പരീക്ഷ എഴുതിയിട്ട് എന്താ പറയുക പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു നിങ്ങളുടെ കൂടെയുള്ള ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് പറയുകയാണ്, പഠിച്ചാൽ മാത്രം പോരാ, റിവിഷൻ ചെയ്യണം. നന്നായിട്ട് റിവിഷൻ ചെയ്ത് മാറ്റിയാലേ നമുക്ക് എക്സാം ആയിട്ട് വരും. ഇപ്പോൾ അത് ഒരു ആസൂത്രണ കമ്മീഷനെ കുറിച്ചിട്ട് ഏത് ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യണം, അറിയാൻ കഴിയണം. നന്നായിട്ട് നമ്മൾ റിവിഷൻ ചെയ്തിട്ടെങ്കിലാണ് ഒരു ആസൂത്രണ കമ്മീഷൻ എന്താണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും എന്താണ് നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ ഒരു ആസൂത്രണ കമ്മീഷൻ എന്താണ്? 1938 ഒരു ദേശീയ സമിതി നിലവിൽ വന്നു. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. ആ ദേശീയ സമിതിക്ക് രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലെ? അതായത് പിന്നെ ഈ ദേശീയ സമിതി രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തത് മേഘനാഥ് സാഹിയാണ്. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ആസൂത്രണ കമ്മിറ്റിയുടെ ആദ്യത്തെ തലവൻ എന്ന് പറയുന്നത് വിശ്വേശ്വരയ്യാണ്. പിന്നീടാണ് നെഹ്റു ആകുന്നത്. പിന്നീട് 1946 കാലഘട്ടത്തിൽ ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്നു അല്ലെ? നീതി ആയോഗിന്റെ അധ്യക്ഷനായിട്ട് പ്ലാനിംഗ് ബോർഡിന്റെ വന്നു.
അത് കഴിഞ്ഞ് അങ്ങനെ ഇതൊക്കെയാണ് 1938 ദേശീയ ആസൂത്രണ സമിതിയും 46 ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡും ഇതിന്റെയൊക്കെ തുടർച്ചയെന്നോണമാണ് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കാൻ ഇടയുണ്ടായത് എന്ന് ഈ ലെവലിൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്താലാണ് നമുക്ക് ഇതിങ്ങനെ മനസ്സിലായിട്ട് വരുള്ളൂ. അപ്പൊ റിവിഷൻ ആണ്, മസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം കേട്ടോ. എല്ലാ ക്ലാസ് കിട്ടുന്നുണ്ട് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് ഒക്കെ ഞാൻ ഇനി എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് ഇടാൻ അറിയില്ല കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ പഠിക്കണമെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആ രീതിയിൽ തന്നിട്ടുണ്ട്. പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തന്നെ മാർക്കായിട്ട് മാറും. അതും തീർച്ചയാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.